എല്ലാവർക്കും നമസ്കാരം. ഇന്നലെ നമ്മൾ ദശരഥ മഹാരാജാവിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ? ശ്രീരാമാവതാരം എടുത്ത കാര്യവും ഒക്കെ പറഞ്ഞിരുന്നു. അതിൽ ദശരഥ മഹാരാജാവിൻ്റെ ഒരു ഉപകഥ പറയാൻ ബാക്കിയുണ്ട്. അതെന്തിനെ ബന്ധപ്പെടുത്തിയിട്ടാണ്? ദശരഥ മഹാരാജാവിന് ഒരു ശാപം കിട്ടിയിട്ടുണ്ട്. ആ ശാപത്തിൻ്റെ ഫലമായിട്ടാണ് അദ്ദേഹം പുത്ര ദുഃഖത്താൽ മരണപ്പെടുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് 4 പുത്രന്മാരുണ്ടായി എങ്കിലും മരണസമയത്ത് അവരിൽ ആരും അടുത്തുണ്ടായിരുന്നില്ല. പിന്നെ പ്രാണനേക്കാളധികം സ്നേഹിച്ച ശ്രീരാമൻ പിരിഞ്ഞതിനെ തുടർന്നുള്ള സന്താപം സഹിക്കവയ്യാതെയാണ് അദ്ദേഹം മരണമടയുന്നത്. അപ്പോൾ ഈ സമയത്ത് അദ്ദേഹത്തിൻ്റെ 3 പത്നിമാരിൽ ഏറ്റവും പ്രിയം കൈകേയിയോടായിരുന്നു. പക്ഷേ കൈകേയിയാണ് രാമനെ 14 വർഷം വനവാസത്തിന് വിടണമെന്നും ഭരതനെ രാജാവായി വാഴിക്കണമെന്നൊക്കെ വരം ആവശ്യപ്പെട്ട് എല്ലാ സ്ഥിതിഗതികളും തകിടം മറിച്ചത് അല്ലേ? അപ്പോൾ അതിനുശേഷം അദ്ദേഹം വളരെ വിഷണ്ണനായി, വളരെ വിഷമിച്ച് കൗസല്യയുടെ, അതായത് അദ്ദേഹത്തിൻ്റെ ആദ്യ ഭാര്യ, ശ്രീരാമദേവൻ്റെ അമ്മ, അവരുടെ അടുത്ത് അവരുടെ അന്തപുരത്തിൽ പോയിരുന്ന് ദുഃഖിച്ച് കരയാണ്. ശ്രീരാമൻ പോയതും പിന്നെ കൗസല്യയോട് കാണിച്ച അവഗണനയുടെ ആ ഒരു കുറ്റബോധവും എല്ലാം കൂടി ആ മനുഷ്യനെ വളരെയധികം മാനസികമായി തകർത്തിരിക്കുന്നു. അപ്പോൾ ആ ഒരവസ്ഥയിൽ കൗസല്യാദേവി ചോദിക്കുകയാണ്, അറിയില്ലല്ലോ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്നോ ഒന്നും കൗസല്യാദേവിക്ക് വലിയ പിടിയില്ല. അപ്പം അതുകൊണ്ട് ചോദിക്കുകയാണ്, ഭരതനെ രാജാവായി വാഴിക്കായിരുന്നു, പക്ഷേ എന്തിനെ എൻ്റെ മകനെ കാട്ടിലേക്ക് വിട്ടത്? എന്തിനായിരുന്നു ഇങ്ങനെ കൈകേയി പറഞ്ഞു ആവശ്യപ്പെട്ടു എന്നതുകൊണ്ട് മാത്രം അതനുസരിച്ചത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ വരം കൊടുത്തതും മാത്രമല്ല, എനിക്ക് ഇത് വിധിക്കപ്പെട്ടതാണ് എന്ന് പറയാണ്. അപ്പോൾ ദശരഥ മഹാരാജാവിന് ഓർമ്മ വന്നു ഇങ്ങനെ ഒരു ശാപത്തെക്കുറിച്ച്. അപ്പോൾ അത് ഭാര്യയോട്, കൗസല്യാദേവിയോട് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ഈ വാത്മീകി രാമായണത്തിൽ ദശരഥനെ വെറും സാധാരണ മനുഷ്യരെ പോലെ തന്നെ ഭ്രമങ്ങളും ബലഹീനതകളും ഒക്കെയുള്ള ആളായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. നമ്മുടെ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെ കിളിപ്പാട്ടിൽ അങ്ങനെയല്ല. അപ്പോൾ മനുഷ്യ സഹജങ്ങളായ ദൗർബല്യങ്ങളുള്ള ഒരാളായിട്ടാണ് വാത്മീകി രാമായണത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നായാട്ടിൽ ഭ്രമമുള്ള ആളാണ് ദശരഥ മഹാരാജാവ്. അങ്ങനെ ഒരിക്കൽ കാട്ടിൽ മൃഗങ്ങളെ വേട്ടയാടാൻ പോയി. പകൽ മുഴുവൻ പരിശ്രമിച്ചിട്ടും വീരനായ അദ്ദേഹത്തിന് ഒരു ചെറു മൃഗത്തെ പോലും കിട്ടിയില്ല. സന്ധ്യയോടെ അദ്ദേഹം കാടിൻ്റെ അങ്ങേ അറ്റം വരെ എത്തി. ആ സമയം കുറച്ച് ദൂരെ നിന്ന് ആന വെള്ളം കുടിക്കുന്നത് പോലെ ഒരു ശബ്ദം രാജാവ് കേട്ടു. അപ്പോഴേക്കും രാത്രിയായിരിക്കണം. അപ്പോൾ അവിടെ ഒരു സരസ്സുണ്ട്, അതായത് ഒരു പോണ്ട്, എന്തായാലും ഒരു വെള്ളം കിട്ടുന്ന ഒരു സ്ഥലമുണ്ടെന്ന് അദ്ദേഹം ഊഹിച്ചു. എന്നിട്ട് ശബ്ദവേദി എന്ന് സ്വയം അഭിമാനിക്കുന്ന അദ്ദേഹം, അതായത് ശബ്ദം കേട്ട ദിക്കിലേക്ക് അമ്പെയ്യാൻ അദ്ദേഹത്തിന് പ്രത്യേക കഴിവായിരുന്നു, കാണുമൊന്നും വേണ്ട. അപ്പോൾ അങ്ങനെ സ്വയം അഭിമാനിക്കുന്ന അദ്ദേഹം ശബ്ദം കേട്ട സ്ഥലം ലക്ഷ്യമാക്കി ഒരു അമ്പെയ്തു. അപ്പോൾ അയ്യോ അയ്യോ എന്നെ ആരോ കൊന്നല്ലോ എന്ന് ഒരലർച്ച ആണ് രാജാവ് കേട്ടത്. അദ്ദേഹം പരിഭ്രമിച്ചു പോയി. ഉടനെ ഓടി സരസിനടുത്തെത്തി. സരസിൻ്റെ കരയിൽ ഒരു യുവാവ് അമ്പേറ്റ് വീണ് കിടക്കുകയാണ്. വെള്ളം നിറച്ചൊരു കുടം യുവാവിൻ്റെ അടുത്ത് ഉണ്ട്. അത് ദശരഥൻ കണ്ടു. കുടത്തിൽ വെള്ളം നിറയ്ക്കുമ്പോഴുള്ള ശബ്ദമാണ് താൻ കേട്ടതെന്ന് ദശരഥന് മനസ്സിലായി. അദ്ദേഹം വേഗം ചെന്ന് യുവാവിനെ താങ്ങി മടിയിൽ കിടത്തി. അങ്ങാണോ എന്നെ അമ്പെയ്തത്? ആ യുവാവ് ചോദിക്കുകയാണ്. എന്തിനായിരുന്നു അത്? അങ്ങയോട് ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? യുവാവിനോട് ദശരഥൻ തിരിച്ചു ചോദിച്ചു. അങ്ങ് ആരാണ്? ആന വെള്ളം കുടിക്കുകയാണെന്ന് കരുതി അമ്പയച്ചതാണ് ഞാൻ, എന്നോട് ക്ഷമിക്കണം. യുവാവ് പറഞ്ഞു, ഞാനൊരു വൈശ്യനാണ്. അതായത് 4 വർണ്ണങ്ങളുണ്ട്: ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ. അതിൽ വൈശ്യനാണ്. വൃദ്ധരും അന്ധരുമായിട്ടുള്ള എൻ്റെ അച്ഛനമ്മമാരെ
കാവുകൊട്ടകളിലിരുത്തി ചുമലിൽ തൂക്കി തീർത്ഥയാത്രയ്ക്ക് കൊണ്ടുപോകുകയായിരുന്നു ഞാൻ. അതായത് ഈ യുവാവിൻ്റെ അച്ഛനും അമ്മയ്ക്കും കണ്ണ് കാണില്ല, പിന്നെ അവർ വയസ്സുമായി. അപ്പോൾ 2 കൊട്ടകളിലിരുത്തി ആ കൊട്ട ഇങ്ങനെ തൂക്കി ഒരു കമ്പിൻ്റെ മുകളിൽ വയ്ക്കും. എന്നിട്ട് ആ കമ്പ് ചുമന്ന് അച്ഛനും അമ്മേനെയും തീർത്ഥാടനത്തിന് കൊണ്ടുപോവുമായിരുന്നു ഈ കുട്ടി, ഈ യുവാവ്. അപ്പോൾ യാത്ര ചെയ്ത് തളർന്നപ്പോൾ അച്ഛനമ്മമാർ ഒരു മരച്ചുവട്ടിലിരുത്തിയിട്ട് അവരുടെ ദാഹം മാറ്റാൻ വെള്ളമെടുക്കാൻ വേണ്ടിയാണ് ഞാനിവിടെ വന്നത്. പക്ഷേ കഷ്ടം, അങ്ങ് എന്നെ കൊന്നുകളഞ്ഞല്ലോ. അതായത് ഇനി ജീവിക്കില്ലെന്ന് ഉറപ്പായി. അപ്പോൾ എൻ്റെ അച്ഛനമ്മമാർക്ക് ഇനി ആരാണ് തുണ? അതാണ് ആ കുട്ടിയെ വിഷമിപ്പിച്ചത്. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ അങ്ങ് അവരെ ചെന്ന് കണ്ട് സാവധാനത്തിൽ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അതും പറഞ്ഞുകൊണ്ട് ആ കുമാരൻ മരിച്ചു. അപ്പോൾ ദശരഥന് ആകെ വിഷമായി. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും? മരിച്ച ആളെ തിരിച്ചു കൊണ്ടുവരാനുള്ള കഴിവൊന്നും ദശരഥന് ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ആ വെള്ളം നിറച്ച കുടവും എടുത്ത് വൃദ്ധ ദമ്പതിമാർ വിശ്രമിക്കുന്ന മരച്ചുവട്ടിലേക്ക് ചെന്നു. തങ്ങളുടെ മകനായിരിക്കും വരുന്നതെന്ന് കരുതി അവരിങ്ങനെ എന്താ വരാൻ വൈകിയത്, എത്ര നേരമായി ദാഹിച്ചിരിക്കണമെന്നൊക്കെ പറയാണ് അവർ. പക്ഷേ ആരാ വന്നത് അവിടെ? രാജാവ് അല്ലേ. രാജാവ് അവിടെ വന്ന് ഉണ്ടായ സംഭവം മുഴുവൻ അവരെ പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ ശ്രമിച്ചു. പക്ഷേ അവർക്കത് മനസ്സിലാവുമോ? അവർ വാവിട്ട് കരഞ്ഞു. എന്നിട്ടോ മകനെ ചിതയിലെടുത്ത് വെച്ച് അന്ത്യകർമ്മങ്ങൾ ചെയ്യാൻ സഹായിക്കണമെന്നും അവരപേക്ഷിച്ചപ്പോൾ രാജാവ് അതുപോലെ തന്നെ ചെയ്തു കൊടുത്തു. പക്ഷേ അവരെന്ത് ചെയ്തു? ആ ചിതയിൽ, അവരുടെ മകനെ ദഹിപ്പിക്കാനുണ്ടാക്കിയ ചിതയിൽ അവരും കൂടെ ചാടുകയാണ് ചെയ്തത്. അവർക്ക് പിന്നെ ജീവിക്കണ്ട, അതുകൊണ്ട് അവർ ആ ചിതയിൽ ചാടി. പക്ഷെ ചാടും മുമ്പ് അവർ രാജാവിനെ ശപിച്ചു. തങ്ങൾ പുത്രദുഃഖം കൊണ്ട് മരിക്കാൻ ഇടയായത് അങ്ങ് നിമിത്തമാണ്. അങ്ങും പുത്രദുഃഖം അനുഭവിച്ചു മരിക്കാൻ ഇടവരട്ടെ. അതാണ് ദശരഥനെ കിട്ടിയ ശാപം. അപ്പോൾ പുത്രന്മാർ ഇല്ലാതിരുന്ന ദശരഥനെ പുത്രദുഃഖം അനുഭവിക്കണമെങ്കിൽ എന്തുണ്ടാവണം? പുത്രന്മാരുണ്ടാവണമല്ലോ. അപ്പോൾ അങ്ങനെയൊരു സംഭവം ഉള്ളതുകൊണ്ട് ആ ശാപം കിട്ടിയപ്പോൾ ദശരഥന് അപ്പം തോന്നിയത് എന്താണ്? നേരിയ സന്തോഷമാണ്. കാരണം പുത്രരില്ല എന്നുള്ള ദുഃഖമാണ് അദ്ദേഹത്തിന് അതുവരെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ദമ്പതിമാരുടെ ശാപം മൂലമെങ്കിലും എനിക്ക് പുത്രരുണ്ടാവുമല്ലോ എന്ന നേരിയൊരു സമാധാനം അപ്പോൾ അദ്ദേഹത്തിന് ഉണ്ടായി. പിന്നീട് അദ്ദേഹം അതൊക്കെ മറന്നു പോയതായിരുന്നു. ഇപ്പോൾ ഒരവസരം വന്നപ്പോഴാണ് അദ്ദേഹം ഇതെല്ലാം ഓർത്തത്. അങ്ങനെയാണ് പിന്നീട് ശ്രീരാമൻ കാട്ടിലേക്ക് പോയ ദുഃഖം സഹിക്കവയ്യാതെ ദശരഥൻ മരണപ്പെടുന്നത്. എത്ര മഹാനായാലും നമുക്ക് വെച്ചിട്ടുള്ള ശിക്ഷ, പാപത്തിൻ്റെ ശിക്ഷ അനുഭവിക്കാതെ തരയില്ല എന്നാണ് പറയുക. അറിയാതെ ചെയ്തു പോയതാണെങ്കിലും തീയിൽ ചവിട്ടിയ പൊള്ളു തന്നെ ചെയ്യില്ലേ? അപ്പോൾ അതുപോലെ തന്നെ പാപം തന്നെയാണ്. അപ്പം അതുകൊണ്ട് ഈ കഥ ഉപകഥയായിട്ട് ദശരഥൻ്റെ കാര്യം പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ നമുക്ക് തിരിച്ച് ശ്രീരാമൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ശ്രീരാമൻ വനവാസത്തിന് പോയി. അദ്ദേഹം വനത്തിലെ ചിത്രകൂടം എന്ന സ്ഥലത്ത് താമസിക്കുന്ന കാലത്ത് ഭരതൻ പരിവാരസമേതം അവിടെ ചെന്ന് ജ്യേഷ്ഠനെ കണ്ട് അയോധ്യയിലേക്ക് തിരിച്ചു വിളിച്ചു. അപ്പോൾ തിരിച്ചു വരുന്നത് എന്തായാലും സത്യലംഘനാണ്. ഞാൻ 14 വർഷം വനവാസം ചെയ്യാമെന്ന് പറഞ്ഞിട്ടല്ലേ വന്നത്, ശ്രീരാമൻ പറയാണ്. അപ്പോൾ അതുകൊണ്ട് തിരിച്ചു വരവ് നടക്കില്ല, 14 വർഷം കഴിഞ്ഞേ വരുള്ളൂ. ഭരതനോട് തിരിച്ചു പോവാൻ പറയാണ്. അപ്പോൾ ഭരതൻ പറയും, 14 വർഷം പൂർത്തിയാകുന്ന ദിവസം ജ്യേഷ്ഠൻ വന്നില്ലെങ്കിൽ ഞാൻ അഗ്നിപ്രവേശം ചെയ്യും, എൻ്റെ ജീവൻ ഞാൻ വെടിയും. അതുകൊണ്ട് സത്യം ചെയ്ത് തരണം, അങ്ങ് 14 വർഷം പൂർത്തിയാകുന്ന ദിവസം കഴിഞ്ഞാൽ ഉടനെ എൻ്റെ അടുത്ത് ഉണ്ടാവണം എന്ന് പറയുകയാണ്. എന്നിട്ട് രാമൻ്റെ പാദുകങ്ങളും വാങ്ങി സങ്കടത്തോടെ ഭരതൻ തിരിച്ചുപോയി. ആ പാദുകങ്ങൾ രാജധാനിയിൽ വെച്ചിട്ടാണ് ഒരു സന്യാസി ജീവിതം, ജ്യേഷ്ഠൻ എങ്ങനെയാണോ വനത്തിൽ ജീവിക്കുന്നത് ഏകദേശം അതിനൊക്കുന്ന ഒരു ജീവിതമാണ് ഭരതൻ നാട്ടിൽ നയിച്ചത്. പിന്നീട് ശ്രീരാമൻ്റെ ജീവിതത്തിലുണ്ടാവുന്ന സംഭവങ്ങളെല്ലാം നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ് അല്ലേ? ചിത്രകൂടത്തിൽ അവിടെ നിന്ന് അദ്ദേഹം പിന്നെ ഘോരാരണ്യത്തിൽ പ്രവേശിച്ച് വിരാധൻ എന്ന രാക്ഷസനെ വധിക്കുന്നുണ്ട്. പിന്നെ ഒരുപാട്
മുനിമാരെയും പ്രഗത്ഭരെയും ഇപ്പോൾ അഗസ്ത്യനെ പോലെയുള്ള സുതീക്ഷണനെ പോലെയുള്ള മഹർഷിവര്യന്മാരെ അദ്ദേഹം സന്ദർശിക്കുന്നുണ്ട്. ഒടുവിൽ പഞ്ചവടി എന്നുള്ള ആരണ്യപ്രദേശത്തെത്തി. അവിടെ വെച്ചിട്ടാണ് രാവണൻ്റെ സഹോദരിയായ ശൂർപ്പണഖയെ കാണുന്നത് അല്ലേ. ശൂർപ്പണഖ എന്ന രാക്ഷസി രാമലക്ഷ്മണന്മാരെ കണ്ട് ഇഷ്ടമാണെന്ന് അറിയിക്കുകയും അവൾ അക്രമത്തിനൊരുങ്ങിയപ്പോൾ ലക്ഷ്മണൻ അവളുടെ കുജനാസികകൾ മുറിച്ച് അവളെ വിരൂപിണിയാക്കുന്നുണ്ട്. പിന്നീട് ശൂർപ്പണഖ പോയി പരാതി പറഞ്ഞിട്ടാണ് ആര് വരുന്നത്? രാവണൻ വരുന്നത്. അതിനു മുമ്പ് ഖരദൂഷണ ത്രിശിരാക്കളെ വധിക്കുന്നുണ്ട്. പിന്നീട് ശൂർപ്പണഖയിൽ നിന്നും ജാനകി ദേവിയുടെ സൗന്ദര്യത്തെക്കുറിച്ച് രാവണൻ കേട്ടറിയുന്നു. മാരീചനെ ചെന്ന് കണ്ട് സീതയെ എങ്ങനെയാണ് അപഹരിക്കേണ്ടത് എന്നുള്ള മാർഗങ്ങൾ ആലോചിക്കുന്നു. പിന്നീട് എന്താ, സീതയെ കട്ടുകൊണ്ടു പോവുകയാണ് രാവണൻ. പിന്നീട് മാരീചൻ അതിന് വേണ്ടിയിട്ട് പൊന്മാനായിട്ട് വരുന്നുണ്ട്. ആ മാരീചനെ വധിക്കുന്നുണ്ട് രാമൻ. പമ്പാസരസിൻ്റെ തീരത്തുള്ള ശബരിയുടെ ആശ്രമത്തിലേക്കാണ് പിന്നീട് ഈ സീതയെ അന്വേഷിക്കുന്നതിനിടയിൽ ചെന്നെത്തുന്നതാണ്. അപ്പോൾ അവർക്ക് മോക്ഷമാർഗം ഉപദേശിച്ചു കൊടുക്കണു ശ്രീരാമൻ. പിന്നീട് ബാലിയുടെ അടുത്തെത്തുക, ബാലി സുഗ്രീവന്മാർ. അവർ വാനരന്മാരാണ് അല്ലേ. അപ്പോൾ വാനര രാജ്യമായ കിഷ്കിന്ധയിൽ എത്തുന്നുണ്ട് രാമൻ. അവിടെ വെച്ചിട്ടാണ് ഭക്തോത്തമനായ ഹനുമാനെ കാണുന്നത്. തുടർന്ന് കബീന്ദ്രനായ സുഗ്രീവനുമായിട്ട് സഖ്യത്തിൽ ഏർപ്പെടുന്നുണ്ട്. ജ്യേഷ്ഠനും അഹങ്കാരിയും അമിത ബലവാനുമായ ബാലിയെ നിധനം ചെയ്ത് സുഗ്രീവനെ, അതായത് ബാലിയെ വധിച്ച് സുഗ്രീവനെ കിഷ്കിന്ധയുടെ അധിപനായിട്ട് രാമൻ വാഴിച്ചു കൊള്ളാമെന്നും അതിന് പകരമായി സർവ്വവാനര സഞ്ചയങ്ങളോടും കൂടി സീതാന്വേഷണത്തിന് വേണ്ടി രാമനെ സഹായിക്കാമെന്നുമായിരുന്നു അവർ തമ്മിലുണ്ടാക്കിയ സഖ്യം, അതായത് എഗ്രിമെൻറ്റ്. അപ്പോൾ സുഗ്രീവനും രാമനും തമ്മിലുള്ള സഖ്യം എന്തായിരുന്നു? ഒരു കൂട്ടർ ഇപ്പോൾ സുഗ്രീവനെ ബാലിയെ കൊന്ന് രാജാവാവാൻ സഹായിക്കണം. അതിൽ ബാലിയെ കൊല്ലാൻ കാരണമുണ്ട്. ബാലി അഹങ്കാരിയായിരുന്നു, ദുഷ്ടനായിരുന്നു, അമിത ബലവാനുമായിരുന്നു. അപ്പോൾ സുഗ്രീവനാണെങ്കിൽ ബാലിയെ താരതമ്യം ചെയ്യുമ്പോൾ അധർമ്മം കുറവും ബലവും അതേപോലെ തന്നെ കുറവായിരുന്നു. അപ്പോൾ അതുകൊണ്ട് രാമൻ സുഗ്രീവനെ സഹായിക്കാമെന്നേറ്റു. തിരിച്ച് വാനരന്മാരെ കൊടുക്കണം, സീത അന്വേഷണത്തിന് വേണ്ടി അവരെ ഉപയോഗിക്കണം. ഇവിടെയും ഉണ്ട് ഒരു ഉപകഥ. ഈ സഹോദരങ്ങളായ ബാലി സുഗ്രീവന്മാർ എങ്ങനെയാണ് ശത്രുക്കളായത്? അതിലെ സുഗ്രീവൻ എന്താ ബാലിയെ പേടിച്ച് ജീവിക്കുന്നത്? അപ്പോൾ ഇതിനൊക്കെ കഥയുണ്ട്. അപ്പോൾ അത് അടുത്ത വീഡിയോസിലായിട്ട് നമുക്ക് കേൾക്കാം. അപ്പോൾ എല്ലാവരെയും ഗുരുവായൂരപ്പ അനുഗ്രഹിക്കട്ടെ. ശരി. അപ്പോൾ എല്ലാവരെയും ഗുരുവായൂരപ്പ അനുഗ്രഹിക്കട്ടെ.